ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഫാമിലി വ്ളോഗ്. ഞാൻ ആദ്യം വലിച്ചു കിട്ടുന്നില്ല. ഞാനൊരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ അതെ, എൻ്റെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, കുട്ടി പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു മേക്കപ്പ് വീഡിയോ കൂടിയാണിത്. എന്തെങ്കിലും ഒരു ഫോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ നോക്കട്ടെ, വേറെ ഒന്നുമില്ല. എൻ്റെ മിറർ ഞാൻ അവിടെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ ചെയ്താലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ വേറെ ഒന്നുമല്ല, അതെ നമുക്ക് മോയ്സ്ചറൈസർ വേറെ ഒന്നുമല്ല. ഞാൻ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നതാണ്. അത് നോൺ ഓയിലിയാണ്. ഞാനിപ്പോൾ ഒരു കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം. നല്ല പ്രോഡക്റ്റാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസറാണ് ആദ്യം ഞാൻ ഇടാൻ വേണ്ടിയത്. ഓൾറെഡി ഞാൻ ബാക്കിയെല്ലാം ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതൊരു ഡയറക്റ്റ് ഞാൻ മോയ്സ്ചറൈസറിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ലിപ് ബാം മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ലിപ് ബാം മാത്രം ഇട്ടിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസർ അത് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ഒന്ന് ഇതാക്കുക. പിന്നെ എല്ലാവരും അത്യാവശ്യം നമുക്ക് കുറച്ച് നേരമൊക്കെ നിൽക്കണ മേക്കപ്പ് ആണെന്നാണെങ്കിൽ നമ്മളൊന്ന് ഒരു ഐസ് ക്യൂബൊക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് വിടുവാണെന്നാണെങ്കിൽ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിങ്ങനെ സെറ്റാവില്ല. നമ്മൾ ഇച്ചിരി കൂടി നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് എൻ്റെ കയ്യിലിരിക്കണത് ലോങ് ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമറാട്ടോ. കേട്ടോ, ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് അത്യാവശ്യം. ഇത് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് റേറ്റ് വരുന്നത്, ഇതിൻ്റെ റേറ്റ് എത്രയും 200 അത് 300 താഴെയായിട്ടാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഇത് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒക്കെ ഇത് മതി. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഇത് മതി. ഇപ്പം ഞാനിത് ഇടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പോഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ എനിക്ക് പോഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതില്ലാണ്ട് പറ്റത്തില്ല. കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ചെയ്താൽ എനിക്കിത് ഇല്ലാണ്ട് പറ്റില്ല. ഇതാകുമ്പോൾ നന്നായിട്ട് മേക്കപ്പ് ബ്ലെൻഡ് ആവുകയും ചെയ്തോളൂല്ലോ. ഇത് ഞാൻ ചെയ്യാറ് കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ ഫൗണ്ടേഷൻ മേക്കുമ്പോൾ ഒന്ന് കൺസീലർ കണ്ണിൻ്റെ അടിയിലൊന്ന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി കുത്തിയിൽ ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ വെച്ചാൽ നല്ല കുത്തിയിട്ടത് ഫിറ്റായിരിക്കും. ഞാനെല്ലാം കൈ വെച്ചായിട്ടാണ്. എനിക്കതാണ് സുഖം. എനിക്ക് സ്പഞ്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ്. കൺസീലർ ഇട്ടതിന് ശേഷം ഞാൻ ചെയ്യാറ് ഇതിലേതെങ്കിലും ഒരു ഷെയ്ഡ്, പാലറ്റിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ്. ഞാൻ എപ്പോഴും സത്യം പറഞ്ഞ് ഇടാറ് ഈ ഷെയ്ഡാണ് ഞാൻ ഇടാറ്. ഈ ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതും പിന്നെ ഈ ഷെയ്ഡും കൂടി ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൂടുതൽ ഇടാറ്. അതാണ് എനിക്ക് ഓക്കെ. അല്ലാതെ ഞാനങ്ങനെ ഷെയ്ഡിൽ കുറവാട്ടോ. അത്യാവശ്യം നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നൊരു ബ്ലെൻഡ് ആവും. അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലെങ്കിൽ എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കൈ കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് ചെയ്താലും കൈ വെച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? എന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാറ് എനിക്കപ്പം എന്തോ പോലെ തോന്നി ഇട്ട് കഴിയുമ്പോഴേ അന്നേരം ഞാൻ എൻ്റെ കയ്യിലിരിക്കണ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് എനിക്ക് അവിടെ ഒന്നും കൂടി ഒന്ന് ഞാൻ
ഒരു 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 ടിൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നോക്കിക്കേ, ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? നല്ല ഡിഫറൻസ് അല്ലേ അത്? എനിക്കതങ്ങനെ ചെയ്യണം. അതിനുശേഷം ഒരു ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഞാനിങ്ങനെ ഇവിടുന്നേ ഇങ്ങനെ ഒന്നും എഴുതത്തില്ല, എനിക്കത് മടിയുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഈ ഒരു എൻ്റെ കോർണർ മാത്രം എഴുതാറുള്ളൂ, എപ്പോഴും അതെ. ഞാൻ അങ്ങനെ എഴുതുള്ളൂ. എനിക്കല്ലെങ്കിൽ എന്തോ പോലെ ചെറിയൊരു വിങ്ങിട്ടിട്ട് ജസ്റ്റ് എനിക്കങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി എഴുതാൻ ഇഷ്ടവുമില്ല. പിന്നെ കണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു. അതും ഫുള്ളൊന്നും ഞാൻ വരയ്ക്കില്ല കേട്ടോ, എനിക്ക് എന്തോ പോലെയ. അതിനുശേഷം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോ പെൻസിൽ ഈ ഒരു ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡാട്ടോ എല്ലാവർക്കും നല്ലത്. ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യാറ് കൂടുതലും. എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ പിരിയം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് നമ്മളെപ്പോഴും പിരിയം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണ സമയത്തൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് സങ്കടം വന്നു. എനിക്ക് എൻ്റെ പിരിക ഒരു പെട്ടിയിലിട്ട് വരച്ച ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പെട്ടിയിലിട്ടവർ വരച്ച് വെച്ച് ഇവിടെയൊക്കെ ഇട്ട് അങ്ങ് വരച്ച്. ഒരിക്കലും നമ്മളത് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താലും മേൽഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മൾ വരച്ചെടുക്കരുത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ള ഷെയ്ഡ് ഇവിടെ നമുക്ക് ഈ എൻ്റെ പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം ചെയ്യാം. അല്ലാതെ നമ്മൾ ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും. നമുക്ക് അറിയാൻ പറ്റുക ഡിഫറൻസ് തന്നെ. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ? അടുത്തത് ലിപ്പ് ലൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ ഷെയ്ഡ്. ലിപ്പ് ലൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തേച്ച് ബാം ഉണ്ടല്ലോ, അതങ്ങ് റിമൂവ് ചെയ്തേക്കണേ. അതിന് ശേഷം ലൈൻ ചെയ്യുക. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. ഈ എന്താണ് ഈ എൻ്റെ ഇച്ചിരി വലിയ ലിപ്പ്, എന്നാലും എനിക്കിഷ്ടമാണ്. ചിലവർക്ക് ലിപ്പ് ചെറുതായിരിക്കും ഇഷ്ടം. അപ്പം ഇതധികം കയറ്റി വരയ്ക്കാതെ ഇച്ചിരി ഇറക്കി വരച്ചാൽ മതി. അപ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല. ഞാൻ പക്ഷെ എൻ്റെ ലിപ്പിൻ്റെ അതേ അളവ് തന്നെ എടുക്കാറ്, എങ്ങനെ ഞാൻ മാറ്റാറില്ല. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് വന്നേക്കണത് 15 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കാണുന്നുണ്ടോ? 50 ഷെയ്ഡ് മേരാ മെൽറ്റിംഗ് കിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും അറൗണ്ട് ഒരു 200 സംതിങ്ങിനാണ് കേട്ടോ. പക്ഷെ നല്ല ഷെയ്ഡാണ്. അധികം ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് പിന്നെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ഇത്തിരി ടിൻറ്റ് ഇടാറുണ്ട്. അല്ലാതെ സെപ്പറേറ്റ് ടിൻറ്റ് ഇടാറില്ല. കുറച്ച് എടുത്തിട്ട് ഞാൻ
ഇത് ബ്ലെൻഡ് ആവും ഓൾറെഡി. അതേ പറഞ്ഞാൽ നല്ലതായിട്ട് ബ്ലെൻഡ് ആവും നമുക്ക്. അതിനുശേഷം ഏകദേശം നമ്മൾ ഫൈനൽ ലുക്കിലോട്ട് ആയിട്ടുണ്ട്. ഇനി അതൊന്നും ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കാനായിട്ട് എനിക്കൊരു പൊട്ട് വയ്ക്കാം. അപ്പോൾ പൊട്ട് വയ്ക്കാം. ആദ്യമൊക്കെ വലിയ പൊട്ടെന്ന് പറഞ്ഞാൽ വലിയ പൊട്ടൊക്കെ വെക്കുമായിരുന്നു. ഇപ്പം അത് പോയി ഇപ്പം പൊട്ടുണ്ടോ എന്ന് തന്നെ നോക്കണം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കണം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെന്നാണെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. എനിക്ക് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ. എന്ത് തെറ്റുണ്ടായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയുമാണ്. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.